പാലക്കാട് വഴിയോര കച്ചവടക്കാരുടെ പ്രതിഷേധം. 8 വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാനുള്ള നഗരസഭാ തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം. നഗരസഭാ വികസനത്തിന് സംഘടന എതിരല്ലെന്നും കുടുംബം പോറ്റുന്ന പാവപ്പെട്ട കച്ചവടക്കാരുടെ അന്നം മുട്ടിക്കുന്ന നടപടി അനുവദിക്കില്ലെന്നും നഗരസഭയുടെ ഈ നടപടി ശക്തമായി എതിർക്കുമെന്നും പ്രതിഷേധ സമര പരിപാടികൾ നടത്തുമെന്നും MM കബീർ പറഞ്ഞു. വഴിയോര കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം നഗര വികസനത്തിന് ഒരിക്കലും എതിരല്ല, മറിച്ച് നഗര വികസനത്തിൻ്റെ ഭാഗമാണ് വഴിയോര കച്ചവടക്കാരൻ. ഇപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റി കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇവിടെയുള്ള 7 കടക്കാരെ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരം ഉദ്യോഗസ്ഥന്മാർ വന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇത് 2014 സെപ്റ്റംബർ മാസം 6-ാം തീയതി ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസാക്കിയ വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് ഫോർ സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്ന നിയമനത്തിൻ്റെ ലംഘനമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗംഗാധരേട്ടൻ്റെ കടയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് ട്രാഫിക്കിന് എന്നുണ്ടെങ്കിൽ ടൗൺ വെൻഡിങ് കമ്മിറ്റി എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ NULMന്റെ നേതൃത്വത്തിൽ ഉണ്ട്. 25 വർഷമായി കച്ചവടം നടത്തുന്നവർ ഇക്കൂട്ടത്തിൽ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സണെ നേരിൽ കണ്ട് പ്രശ്നം ചർച്ച ചെയ്യുമെന്നും പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും MM കബീർ പറഞ്ഞു. കച്ചവടക്കാരായ ഗംഗാധരൻ, ബാലൻ, രാമനുണ്ണി, ആയിഷ, കൃഷ്ണകുമാരി എന്നിവർ സംസാരിച്ചു. എത്ര കാലമായി ഇത് നടത്തുന്നു? 25 കൊല്ലമായി നടത്താൻ തുടങ്ങിയിട്ട്. എൻ്റെ ഉമ്മ ഞാനും കൂടെ കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു. ഉമ്മ പഠിച്ചു 2 കൊല്ലമായി. ഞാൻ കച്ചവടം ചെയ്യുന്നു. എനിക്ക് 3 പെൺകുട്ടികളാണ്. ചേച്ചിയെ നോക്കണില്ല. ഇത് കിട്ടിയിട്ട് വേണം എനിക്ക് ജീവിക്കാൻ. ഇത് വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് മുനിസിപ്പാലിറ്റിയിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ ഒഴിപ്പിക്കാൻ പാടില്ല.